ഹലോ. നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പം നമുക്ക് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നെങ്കിലെന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ അതിൽ പബ്ലിഷ് ചെയ്തിരുന്നെങ്കിലെന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കറക്റ്റായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക് ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല, ക്രോമോ എഡ്ജോ ഏത് വേണേൽ യൂസ് ചെയ്യാം. മൊബൈലിലാണെങ്കിലും യൂട്യൂബ് ആപ്പ് എടുക്കുക. അപ്പം ഈ കാണിക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം എല്ലാത്തിലും സെയിം ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഒരു സ്വിച്ച് അക്കൗണ്ട് കൊടുത്ത് നമ്മുടെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. മൈസെൽഫ് നമ്മുടെ പേരിലാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ചുമ്മാ ഒരു യൂസർ നെയിം, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഒരു ജസ്റ്റ് ഒരു ജിമെയിൽ അഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, അവിടെ ഒരു യുവർ ഇമെയിൽ അഡ്രസ്സ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഉള്ള ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ സെക്കൻഡ് അഡ്രസ്സായിട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാം. ഇതിന് താഴെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്. യൂട്യൂബ് ചാനൽ തന്നെയാണ് ചുമ്മാ പേര് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു യൂസർ നെയിം ഉണ്ടാക്കുകയാണ്. ആ പേര് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരു യൂസർ നെയിം കൊടുക്കുകയാണ്. ചുമ്മാ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. സിമ്പിളായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി അവിടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ സാരമില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നിടത്ത് സെറ്റിങ്സില്ലാത്ത നമുക്ക് റിക്കവറി ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ചാനൽ ഉണ്ടാക്കുന്നതെങ്കിൽ ആ കുട്ടികളുടെ വയസ്സ് 13 വയസ്സിന് താഴെയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കരുത്. നമ്മുടെ പേരിൽ ഇമെയിൽ അഡ്രസ്സ് തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം 13 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഫാമിലി ലിങ്കുമായിട്ട് ലിങ്ക് ആക്കാൻ പറയും. അതായത് പേരൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയും. അത് ജസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. എന്നാലും അപ്പോൾ 13 വയസ്സ് താഴെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഫാമിലി ലിങ്കുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ചാനലൊക്കെ ക്രിയേറ്റ് ആയി. നമ്മളവിടെ എഗ്രി കൊടുത്തു, ചാനൽ ക്രിയേറ്റ് ആയി. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു ഐക്കണെ നിൽക്കുമ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞ് കാണാം. ക്രിയേറ്റ് എ ചാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് ചോദിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇനി നമ്മളോട് ചോദിക്കും നമ്മുടെ യൂസർ നെയിം തന്നെ ചാനൽ നെയിമായിട്ട് കൊടുക്കണോ അതോ കസ്റ്റം നെയിം വേണോ എന്ന് ചോദിക്കും. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് കസ്റ്റം നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ചാനൽ നെയിം ചോദിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ സാമ്പിൾ ഒരു ചാനൽ നെയിം കൊടുക്കുകയാണ്. ടിക്ക് കൊടുക്കാം, ക്രിയേറ്റ് കൊടുക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലോഡ്, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ സാരമില്ല, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അതിപ്പം ആ ഒരു പിക്ചറെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എവിടുന്നേലും ബ്രൗസ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അത് പിന്നീട് നമുക്ക് സെറ്റിങ്സ് ചെയ്യാം. അവിടെ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇവിടെ അത് കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് പിന്നീട് സെറ്റിങ്സിൽ മാറ്റാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോഗ് സ്പോട്ട് പോലുള്ള വെബ്സൈറ്റുകളോ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം താഴെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കാം, ഫേസ്ബുക്ക് അക്കൗണ്ട് ലിങ്ക് കൊടുക്കാം, ട്വിറ്റർ അക്കൗണ്ട് ലിങ്ക് കൊടുക്കാം.
ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം. അവിടെ ഒന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, അതൊക്കെ വേണമെങ്കിൽ സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം, ഇല്ലെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താലും നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാനലിലെ ഹോം പേജ് എന്ന് പറയുന്നത്. നമുക്ക് കസ്റ്റമൈസ് ചാനലിലൊന്ന് കൊടുത്ത് നോക്കാം. അവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി. ക്ലാസിക് സ്റ്റുഡിയോ അല്ല, പുതിയ സ്റ്റുഡിയോ ആണിപ്പോൾ. ലേൺ മോറെ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വരും. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി ചാനൽ കസ്റ്റമൈസ് ചെയ്യേണ്ട സ്ഥലമാണിത്. ചാനൽ ട്രെയിലർ കൊടുക്കാം. അതായത് നമ്മുടെ ഇപ്പം ഒരു ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, അവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു സ്പോട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എന്ത് വേണമെങ്കിലും ആ ഒരു ചാനലിൽ ട്രെയിലർ കൊടുക്കാം. പിന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമുക്ക് പിന്നീട് അത് കസ്റ്റമൈസ് ചെയ്യാം. ബാനർ ഇമേജ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഹോം പേജിലെത്തുമ്പോൾ അതിൻ്റെ മുകളിൽ, അതായത് പ്രൊഫൈൽ പിക്ചറിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ബാനർ ഇമേജാണ്. വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് റൈറ്റിൽ ഏറ്റവും താഴെയായിട്ടൊരു ചെറിയ സബ്സ്ക്രൈബ് ബട്ടണോ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ചാനലിൻ്റെ വാട്ടർമാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ടു വീഡിയോ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ വീഡിയോ ചുമ്മാ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഇതാണ്. ഒന്ന് ടൈറ്റിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക, ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അവിടെ തംബ്നെയിൽ ആഡ് ചെയ്യണം. തംബ്നെയിൽ നമ്മുടെ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. തംബ്നെയിൽ എത്ര നന്നായിരിക്കുന്നോ അത്ര ആകർഷകമായിരിക്കും ആ വീഡിയോയും. അവിടെ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. കാർട്ടൂൺ പോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. ജസ്റ്റ് തന്നെ പെയ്ഡ് പ്രൊമോഷൻ ടാഗ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെ പെയ്ഡ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ടാഗിങ് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പം നമ്മളെന്ത് സെർച്ച് ചെയ്യുന്നു, അപ്പം സെർച്ചിൻ്റെ റിസൾട്ടെല്ലാം ടാഗിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിപ്പം ഞാൻ ടെസ്റ്റ് എന്ന് കൊടുത്തു. അപ്പം നമ്മൾ ടെസ്റ്റ് 1 എന്നോ ഒക്കെ സെർച്ച് ചെയ്യുമ്പം ഈ ഒരു വീഡിയോ റിസൾട്ടായിട്ട് വരണമെങ്കിൽ നമ്മളത് ടാഗ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഒരു എൻഡ് സ്ക്രീൻ കാർഡൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അത് പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്. ഇത് 3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം കാണാം, പിന്നെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നവർക്ക് കാണാം. അൺലിസ്റ്റഡും അത് തന്നെ, ലിങ്ക് ഉള്ളവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ. പിന്നെ പബ്ലിക്, എല്ലാവർക്കും കാണാം. താഴെ ഇൻസ്റ്റൻറ്റ് പ്രീമിയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് ലൈവ് പോകുന്ന പോലെ നമ്മുടെ ആ ഒരു വീഡിയോ പോകാനാണ്. നമ്മൾ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണം, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം, മസ്റ്റാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് പബ്ലിക് കൊടുത്ത് പബ്ലിഷ് ചെയ്യും. നമ്മുടെ വീഡിയോ പബ്ലിഷായി. താഴെ കിടക്കുന്ന അതിൻ്റെ ലിങ്കാണ്. അത് നമുക്ക് എവിടെ വേണേൽ ഷെയർ ചെയ്യാം. നമ്മുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാവുന്ന ആ ഒരു ലിങ്കാണ്, ഷെയറബിൾ ലിങ്കാണ്. ഇവിടെ എനിക്ക് കോപ്പി ആവും. നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൽ ഉള്ള അനാലിറ്റിക്സ് എല്ലാം ഇതിൽ വരും. ആദ്യത്തെ 1-2 വീഡിയോയ്ക്കൊന്നും വരില്ല. നമ്മൾ ഇട്ടിട്ടൊരു 10-12 വീഡിയോ ഒക്കെ ആകുമ്പോൾ കറക്റ്റ് അനാലിറ്റിക്സ് നമുക്ക് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ചാനൽ വീഡിയോസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതൊക്കെ. അതിനോടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് കാണിക്കുന്നതായിരിക്കും. പിന്നെയുള്ളത് മോണിറ്റൈസേഷൻ്റെ അവിടെ നമുക്ക് എഴുതി കാണിക്കും ഇപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. ചിലർക്ക് ഓയിലും വരുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് അവിടെ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തെങ്കിൽ വരത്തില്ല കേട്ടോ. അതിപ്പം ഫോൺ നമ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് ശരിക്കും വരുന്നത്. ഇത് കാണിക്കും. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിലേ മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുള്ളൂ. മോണിറ്റൈസേഷനെ കുറിച്ചും കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ചും കറക്റ്റ് അപ്ലോഡിങ്ങിൻ്റെ രീതിയെക്കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.
അവിടെയാണ് കറക്റ്റ് അത് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലം. അവിടെ ലൈവ് പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം മൊബൈൽ നമ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് ലൈവ് പോകാത്തത്. അപ്പോൾ അവിടെ എനേബിൾ ഞെക്കുമ്പം മൊബൈൽ നമ്പർ ചോദിക്കും. കണ്ടോ, വെരിഫൈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ പറയും. വെരിഫൈ ചെയ്താൽ ലൈവ് പോകാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.